രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും വളരെ കോൺഫിഡൻസിലാണ്. അനിൽകുമാർ ഈ ചർച്ച നടത്തി മടങ്ങിയ ശേഷം ആ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിട്ടു പറയുന്ന ഒരു സാഹചര്യമില്ല. ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ അവിടെ വെച്ച് അന്തിമ തീരുമാനമെടുക്കും. ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇങ്ങനെ മാത്രമാണ് രമേശ് ചെന്നിത്തല ഓൺ റെക്കോർഡിലും ഓഫ് റെക്കോർഡിലും ഒക്കെ വ്യക്തമാക്കുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടോ പ്രതികരണമോ തന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വെക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉറപ്പാണോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. അതിനിടയിലാണ് ഇങ്ങനെ നാടകീയമായ ഒരു കൂടിക്കാഴ്ച ഇന്നലെ നടന്നിരിക്കുന്നത്. അതിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച എന്നത് വ്യക്തിപരമായ കാര്യത്തിനാണ് എന്ന് അനിൽകുമാർ പറയുമ്പോഴും ഇന്നലെ നിർണായകമായി ഈ ചർച്ചകൾ നടന്ന ദിവസം തന്നെ അതീവ രഹസ്യമായി അദ്ദേഹം ചെന്നിത്തലയുടെ വസതിയിലേക്ക് എത്തിയതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷയെത്തിയത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തും എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്ര വലിയൊരു ഭിന്നത ഇങ്ങനൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ത്രില്ലർ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ. അതായത് MLA-മാരുടെ പിന്തുണ, ഭൂരിപക്ഷ പിന്തുണ ഉറപ്പിക്കാനായത് സാങ്കേതികമായി KC വേണുഗോപാലിന് അനുകൂല ഘടകമായി ഒരു വശത്ത് നിൽക്കുമ്പോൾ ഘടകകക്ഷികളെയും അതോടൊപ്പം പൊതുവികാരം, മറ്റ് സാമുദായിക സമവാക്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ കൂടിച്ചേരേണ്ടതുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ അതൊക്കെ നിർണായകവുമാണ്. എല്ലാ കാലത്തും അതങ്ങനെ തന്നെയാണ്. ഇത്തവണയും അതിൽ മാറ്റമുണ്ടാകില്ല. കാരണം ദേശീയ തലത്തിൽ നമുക്കറിയാം നരേന്ദ്രമോദിയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് മാത്രമാണ് BJP തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്നത്. കേരളത്തിലും ഐക്കൺ സ്റ്റാർ ക്യാമ്പയിനറായി അവർ അവതരിപ്പിച്ചത് പ്രധാനമന്ത്രിയെ തന്നെയാണ്. ഈ ഇടതുപക്ഷമാകട്ടെ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ 10 വർഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ പക്ഷേ കഴിഞ്ഞ തവണ വലിയ പരാജയമുണ്ടായപ്പോഴും അതിനു മുമ്പും ഇപ്പോഴും ഒന്നും കോൺഗ്രസ് പക്ഷേ ഒരു മുഖം മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ശൈലിയല്ല, കൂട്ടായ നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് എന്ന വിലയിരുത്തലാണ് AICC നേതൃത്വം. അതുകൊണ്ട് ഇതിന്റെ ക്രെഡിറ്റ് ഒരു വ്യക്തിയിലേക്ക് ചുരുക്കാൻ നോക്കേണ്ടതില്ല എന്ന ഔദ്യോഗികമായി തന്നെ AICC ഭാരവാഹികളടക്കം പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്.